തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നത് കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. കേരളത്തിന്റെ യഥാർത്ഥ കഥ പറയുന്ന ഡോക്യുമെന്ററികൾ 200 കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രദർശിപ്പിക്കും. വിജിൻ വായാന്തോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് നടന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ യഥാർത്ഥ കഥ പറയുന്ന ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനവും ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായും കാവ്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ ദൂരദർശൻ കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് നടന്നത്. പോലീസ് പോകുന്ന വഴിയിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ മറികടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദൂരദർശൻ കേന്ദ്രത്തിന് തൊട്ട് അടുത്തേക്ക് എത്തുകയായിരുന്നു. ഗേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഷിജു ഖാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവർ വ്യക്തമാക്കുന്നത് ഈ സിനിമ കേരളത്തെ അപകീർത്തിപ്പെടുത്തി ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത് ഒരു ഔദ്യോഗിക, ഇന്ത്യയുടെ തന്നെ ഒരു ഔദ്യോഗിക ചാനലായിട്ടുള്ള ദൂരദർശൻ വഴി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് അപമാനിക്കാനും ഒപ്പം തന്നെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നേരത്തെയൊക്കെ ഈ സിനിമ പ്രദർശനത്തിന് എത്തുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാം പ്രധാന പ്രചാരകരായി നിന്നിരുന്നത് RSSകാരാണ്. ആ RSSകാരാണ് ഇപ്പോൾ ദൂരദർശനെ കൂടി കൂട്ടിപ്പിടിച്ച് ഈ സിനിമ പ്രചരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറികൾ ഈ 200ഓളം കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജും വ്യക്തമാക്കി. എന്തായാലും ഡിവൈഎഫ്ഐ ഇതിനെതിരായി വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ആ വൈകുന്നേരം തന്നെ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി 200ഓളം കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രദർശിപ്പിക്കുകയും ചെയ്യും. കാവ്യ.